ഉണ്ണി ശിവപാൽ രാജീവിനത് കൈമാറുമ്പോൾ രാജീവ് ഒരു ഗോളടിക്കുമെന്ന വാശിയോട് കൂടിയാണ്. പക്ഷേ ഉണ്ണി ശിവപാൽ ഒരു ഉഗ്രൻ കിക്കായിരുന്നു, പക്ഷെ അത് ഗോളായില്ല. വളരെ നല്ല കരുത്തുറ്റ പോരാട്ടം തന്നെ. ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ഇവിടെ ബാക്കിയുള്ളത് എന്നത് ശ്രദ്ധേയമാണ്. പ്രചോദിട്ട എന്തും സംഭവിക്കാം. കരുത്തുറ്റ 2 ഗോൾ കീപ്പേഴ്സ് ആണ് വലയം കാൽക്കുന്നത്. ശ്രുതിലക്ഷ്മി ആൻഡ് റിയ. ഇവിടെ വീണ്ടും ഒരു കോർണറിലേക്ക് പോയിരിക്കുകയാണ്. ചിലപ്പോൾ ഇത് ഗോളാകാൻ ചാൻസ് ഉണ്ട്. കാരണം വളരെ അപേക്ഷിച്ചുള്ള മത്സരം തന്നെ. ഇവിടെ ഒരു ക്യുക്ക് ട്രൈ അവിടെ നമുക്ക് കാണാം. ഒരു പെൻസിലിംഗ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുപോലുള്ള ഒരു ഷോട്ട് ആയിരുന്നു നരേനിൽ നിന്നും. എന്നാൽ അത് ലക്ഷ്യസ്ഥാനത്തെത്താതെ അകന്നു പോവുകയായിരുന്നു. ഇവിടെ ഉണ്ണി ശിവപാൽ കിക്ക് എടുക്കുന്നു. കരുത്തിട്ട് ഷോട്ട്, പക്ഷേ ക്യാപ്റ്റനിലേക്ക്. ക്യാപ്റ്റൻ ടു ക്യാപ്റ്റൻ. രാജീവ് പിള്ള ഉഗ്രൻ ഷോട്ടായിരുന്നു, പക്ഷെ നിരഞ്ജൻ അത് നന്നായിട്ട് ഡിഫെൻഡ് ചെയ്തു. ഉണ്ണി ശിവപാൽ ആ ഗോൾ പോസ്റ്റിലേക്ക് മുന്നേറുമ്പോൾ അതാ നരേൻ വളരെ ഗംഭീരമായിട്ട് അത് പാസ് ചെയ്ത് നമ്മുടെ നിരഞ്ജൻ ഇതാ അടുത്ത ഗോൾ പോസ്റ്റിലേക്ക് കയറുമ്പോൾ കോട്ടയം നസീർ വീണ്ടും അത് സേവ് ചെയ്തിരിക്കുകയാണ്. MyG Future Ajmi presents Amma Kudumba Sangamam in association with Goodspeed, Migration and Study Abroad Experts, Jain, deemed to be University and Maharani Wedding Collections, powered by D Group. വളരെ മികച്ച ഡിഫൻസ് ഇവിടെ കോട്ടയം നസീറിൽ നിന്നും. ആദ്യ പാദം ഇവിടെ പൂർത്തിയായിരിക്കുന്നു. 2-0 ലീഡ് ചെയ്യുകയാണ് ലാലേട്ടൻ. ഒരു നല്ല കൈയ്യടി കൊടുക്കാം. നല്ലൊരു ആവേശകരമായ മത്സരം നമ്മൾ കണ്ടു. അങ്ങനെ ഒന്നാം പകുതി അവസാനിച്ചിരിക്കുമ്പോൾ 2-0 മുന്നിട്ട് നിൽക്കുകയാണ്. ഉണ്ണി ശിവപാലേട്ടൻ ലണ്ടനിൽ പോയിട്ട് ക്രിക്കറ്റ് മാത്രമല്ല ഫുട്ബോളും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായി. എന്തായാലും ഈ മത്സരത്തിലേക്ക് ഒരു തിരിച്ചുവരവ് നടത്താൻ അവർക്ക് സാധിക്കുമ്പോൾ നോക്കാം. സോ കൂടാതെ അഞ്ജലി നായർ കൂടി അവിടെ എത്തിയിരിക്കുന്നു. 2 ഗോൾ കീപ്പർ ചേഞ്ച് നടന്നിരിക്കുന്നു. സോ ഇവിടെ നമ്മൾ ആദ്യ പാദത്തിൽ പറഞ്ഞിരുന്നു 2 ഗോൾ കീപ്പേഴ്സിന്റെ കൂടി മത്സരമാണ്. ഇവിടെ അഞ്ജു അരവിന്ദ് ഒരു തട്ടത്തിലുണ്ടെങ്കിൽ മറുവറ്റത്ത് അഞ്ജലി നായരാണ് ഗോൾ വലയം കാക്കുന്നത്. ഇവിടെ എന്തും സംഭവിക്കാം എന്ന നിമിഷങ്ങൾ സംജാതമായിരിക്കുന്നു. ഒരിക്കൽ കൂടി നല്ലൊരു ഷോബി സാറിന്റെ നല്ലൊരു അറ്റാക്ക് കൂടി ഇവിടെ നമുക്ക് കാണാം. 2-0 നിലവിൽ ടീം ലാലേട്ടൻ ലീഡ് ചെയ്യുന്നത്. ഇതാ ഉണ്ണി ശിവപാൽ ഒരു സൈഡ് വിങ്ങിലൂടെ കയറി ഗോളടിക്കാൻ കൈലാഷ് ഇതാ ഗോളടിക്കുമെന്ന വാശിയോടുകൂടി തന്നെ ആ ബോള് അത് കയ്യിൽ നിന്ന് മിസ്സായിരിക്കുന്നു. കോട്ടയം നസീർ അത് സേവ് ചെയ്ത് വീണ്ടും തന്റെ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിരഞ്ജൻ ഇതാ ഗോൾ പോസ്റ്റിന്റെ അടുത്തേക്ക് എത്തിയെങ്കിലും രാജീവ് പിള്ള ഒരു ഡിഫൻഡർ, ഗംഭീരമായ ഒരു ഡിഫൻഡർ, അത് നമ്മുടെ ശോഭിച്ചത് കാലിൽ കിട്ടിയതാണ്. പക്ഷേ നമ്മുടെ അഞ്ജു പുതിയ ഗോളിയാണ്. അഞ്ജലി നായരാണ് വളരെ നല്ലൊരു സേവ് നടത്തിയിരിക്കുന്നത്. ഇവിടെ മറുപടി ഗോൾ നേടാൻ സാധിക്കുമോ ടീം മമ്മൂട്ടിക്ക്? രാജീവ് പിള്ള നേരെ അതാ ശോഭി തിലകൻ വിനീതിലേക്ക് ബോൾ എത്തിയിരിക്കുന്നു. വീണ്ടും ഉണ്ണി ശിവപാൽ. ഉണ്ണി ശിവപാൽ ഒരു ഉഗ്രം ഷോട്ടായിരുന്നു. അത് നമ്മുടെ മുന്ന സൈമൻ അത് സേവ് ചെയ്തിരിക്കുന്നു. വളരെ ഗംഭീരമായിട്ട് തന്നെ സേവ് ചെയ്തിരിക്കുന്നു. ഇതാ ഉണ്ണി നിമിഷ നേരം കൊണ്ട് തന്നെ അത് ടച്ച് ചെയ്ത് ഗോൾ പോസ്റ്റിന് അടുത്തേക്ക് കൊണ്ടുവന്നു. പക്ഷേ എന്തോ ഒരു ഫൗൾ പറയുന്നുണ്ട്. മുന്ന റഫറിയോട് എന്തോ തർക്കിക്കുന്നുണ്ട്. റഫറി പറയുന്നു ഇനി മുന്ന മൂച്ചെടുത്താൽ മഞ്ഞക്കാട് കാണിക്കും, അതുകൊണ്ട് ബാക്കിലേക്ക് പോകൂ എന്ന് പറയുന്നുണ്ട്. മുന്ന പുറകിലേക്ക് വന്നു രാജീവ് പിള്ള. വളരെ വിദഗ്ധമായിട്ട് തന്നെ രാജീവ് പിള്ള ഒളിഞ്ഞിരുന്നു കൊണ്ട് അമ്പെയ്ത് രാജീവ് പിള്ള അത് ഗോളടിച്ചിരിക്കുകയാണ്. ആരും കണ്ടില്ല. 4 പേർ വിദഗ്ധരായ 4 പേരെ വെട്ടിച്ചുകൊണ്ട് രാജീവ് പിള്ള ഗോളടിച്ചിരിക്കുകയാണ്. വളരെ മനോഹരമായ ഒരു ഷോട്ട് തന്നെയായിരുന്നു. ഇവിടെ 2-1 ലീഡ് ചെയ്യുന്നത് ടീം ലാലേട്ടനാണ്. പക്ഷേ വളരെ നല്ലൊരു മറുപടി ഗോളായിരുന്നു നൽകിയിരുന്നത്. ആദ്യ മത്സരം വിജയിച്ചത് സുരേഷ് ഗോപി സാറിന്റെ ടീമാണ്. അദ്ദേഹം സസൂക്ഷ്മം ഈ മത്സരം വീക്ഷിക്കുന്നുണ്ട്. പ്രചോദന അതെ, മുന്ന സൈമൻ ഗോളിന്റെ പോസ്റ്റിന് തൊട്ടടുത്ത് നിൽക്കുകയാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ മുന്ന സൈമൻ കയറി കളിക്കേണ്ടതാണ്. എങ്ങനെ കാത്തുരക്ഷിച്ചാൽ വീണ്ടും ബോൾ വരും എന്ന് തോന്നുന്നു. പക്ഷേ എങ്കിലും നല്ല മത്സരമാണ്. വിനീത് ഫസ്റ്റ് ടച്ച് ചെയ്യുന്നു. നേരെ നിരഞ്ജനിലേക്ക് പോകുന്നു. വിനീത് അതുമായി കയറാൻ നേരം ഇതാ നമ്മുടെ ശോഭി തിലകൻ ബോളുമായി മുന്നേറുന്നു. പക്ഷേ ബോള് പ്രചോദന ഞാൻ ആലോചിക്കുന്നത് നിങ്ങളെയൊക്കെ ക്രിക്കറ്റ് കളിച്ച് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഫുട്ബോളേഴ്സ് ഇത്ര നല്ല മനോഹരമായി ഫുട്ബോൾ കളിക്കുന്ന പ്ലെയേഴ്സ് ആണ് ഇവരെല്ലാവരും എന്നത് താങ്കൾ ഉൾപ്പെടെ അത് ഒട്ടും തന്നെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ വളരെ മനോഹരമായി തന്നെ ഇവിടെ ഫുട്ബോൾ മത്സരം ഇവിടെ ഗംഭീരമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. അതാ ഗോൾ ചെയ്തുകൊണ്ട് വീണ്ടും അത് ശ്രുതിലക്ഷ്മി തന്നെ
ഗോളിയായി വന്നിരിക്കുകയാണ്. മുന്ന വീണ്ടും ശ്രുതിലക്ഷ്മി ഒരു നല്ല കൈയ്യടി കൊടുക്കാം. സോ ഒരു മികച്ച തീരുമാനമായിരിക്കാം. പക്ഷേ വളരെ നല്ല രീതിയിൽ തന്നെ അഞ്ജു അരവിന്ദ് ഗോൾ വലയം കാത്തിരുന്നു. അഞ്ജു ചേച്ചിക്കും നല്ലൊരു കൈയടി. ലാലേട്ടൻ ടീമും മമ്മൂക്ക ടീമും തമ്മിലുള്ള വാശിയേറിയ മത്സരമാണ്. രാജീവിൻ്റെ ഒരു കിക്ക് അവിടുന്ന് പോസ്റ്റിൽ നിന്ന് തന്നെ വരാൻ പോവുകയാണ്. അതാ ഗംഭീരമായ ഒരു ഹെഡിങ്ങിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട ശോഭി അത് വീണ്ടും അതൊരു ത്രോയിലേക്ക് കലാശിച്ചിരിക്കുകയാണ്. രാജീവ് പിള്ള ബോള് അദ്ദേഹത്തിൻ്റെ കാലുകളിലാണ്. ഇതാ ഒരു ഗോൾ പോസ്റ്റിനെ ലക്ഷ്യമാക്കി നീങ്ങുമ്പോൾ ഉണ്ണി ശിവപാൽ വളരെ സൂപ്പർ ഷോട്ടായിരുന്നു ഉണ്ണി ശിവപാൽ. ഒരു പവർഫുൾ ഹിറ്റ് തന്നെയായിരുന്നു, പറയേണ്ടത് വയ്യ. ഒരു ഷോട്ടായിരുന്നു. എന്തായാലും ആ ഒരു കിക്കിലും ഒരു ഗോൾ പിറന്നില്ല. പക്ഷേ രണ്ടാമത്തെ ആ ഒരു ഗോൾ, സുപ്രധാനമായ നിർണായകമായ ഒരു ഗോൾ നേടാൻ ടീം മമ്മൂട്ടിക്ക് ആകുമോ എന്ന ചോദ്യത്തിന് ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. കൈലാഷിൻ്റെ ഒരു കടന്നുകയറ്റം ഉണ്ടായിരുന്നു. എങ്കിലും ഫൈനലിൽ കയറിയ ടീമിൻ്റെ ക്യാപ്റ്റൻ സുരേഷ് ഗോപിച്ചേട്ടൻ തൊട്ടടുത്ത് തന്നെ നിൽപ്പുണ്ട്. ഒരു നല്ല കൈയ്യടി കൊടുക്കാം. അദ്ദേഹം ഫൈനൽ ടീമിലെത്തിയതിൻ്റെ ഒരു സന്തോഷം അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ട്. ഇനി ഈ രണ്ട് ടീമുകൾ രാജീവ് പിള്ള റഫറിയോടെന്തോ പറയുന്നുണ്ട്. ശോഭിച്ചേട്ടൻ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. ഇതാ ടച്ച് നിരഞ്ജൻ അത് ബോളുമായി മുമ്പേറുമ്പോൾ അത് നമ്മുടെ നരേൻ വളരെ ഭംഗിയായിട്ട് തന്നെ സേവ് ചെയ്ത് നിരഞ്ജൻ ഗോൾ പോസ്റ്റിന് അടുത്ത് വരെ എത്തിയാണ്. പക്ഷേ കോട്ടയം നസീർ അത് വളരെ വിദഗ്ധമായിട്ട് അത് സേവ് ചെയ്തിരിക്കുന്നു. ആ ബോൾ ഇതാ ഉണ്ണി ശിവപാൽ പോസ്റ്റ് ലക്ഷ്യമാക്കിയോ. വളരെ മനോഹരമായൊരു കിക്കായിരുന്നു അത്. വളരെ മനോഹരമായൊരു കിക്ക്, മനോഹരമായി തന്നെ ഒരു ഷോട്ടായിരുന്നു, കിക്കായിരുന്നു. എന്തായാലും അതിൽ ഗോളിൽ കലാശിച്ചില്ല. വളരെ നല്ലൊരു പ്രസൻസ് ഓഫ് മൈൻഡ് അവിടെ മുന്നേയിൽ നിന്ന് നമുക്ക് കാണാം. മറ്റൊരു മുന്നേ കൂടി കൈലാഷിന്റെ, എന്നാൽ അതും ബാക്കായി മാറുകയാണ്. എന്തായാലും ഒരു കിക്ക് കൂടി ഫ്രീ കിക്ക് ലഭിച്ചിരിക്കുന്നു, ഗോൾ കിക്ക് ലഭിച്ചിരിക്കുന്നു. നോക്കാം. അതാ മുന്ന ഒരു ആവശ്യമില്ലാത്ത ഷോട്ടായിരുന്നു തോന്നുന്നു. അത് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു തോന്നുന്നു അല്ലേ? കാര്യം നമുക്ക് അത്രയും വലിയ ഗ്രൗണ്ട് അല്ല, ചെറിയ ഗ്രൗണ്ടാണ്. അത് ബോൾ കാൽ ടു കാലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പെട്ടെന്നുള്ളൊരു മാർഗം. ഇതാ എനിക്ക് തോന്നുന്നു ചെറിയൊരു ക്ഷീണം ഇവർക്കുണ്ടോ? കാര്യം ആ പഴയ മുന്നേറ്റം കാണുന്നില്ല. രാജീവ് നരേനെ വളരെ വിദഗ്ധമായി കബളിപ്പിച്ചുകൊണ്ട് പോസ്റ്റിലേക്ക് ഗോൾ അടിച്ചിരിക്കുകയാണ്. ഇതാ മുന്ന സൈമൻ ബോൾ വെച്ച് ഗോൾ അടിച്ചില്ല, സോറി, അത് ശ്രുതി വളരെ വിദഗ്ധമായിട്ട് തന്നെ സേവ് ചെയ്തിരിക്കുന്നു. വളരെ നല്ലൊരു സേവ് കൂടിയായിരുന്നു ഇവിടെ. ശ്രുതി ലക്ഷ്മി ഏതാണ്ടൊക്കെ കാണിക്കുന്നുണ്ട് പ്രചോദന. ഇതാ ഉണ്ണി ശിവപാൽ, വിനീത് കുമാർ നേരെ നിരഞ്ജനിലേക്ക് പോകുന്നു. നിരഞ്ജൻ കോട്ടയം നസീർ ഡിഫെൻഡ് ചെയ്യുന്നു. വളരെ ഗംഭീരമായിട്ട് അതിനെ സേവ് ചെയ്ത് ഇപ്പറ ഇട്ടിരിക്കുന്നു. അദ്ദേഹം ഹെഡ് ചെയ്യാൻ ഉദ്ദേശിച്ചത്, പക്ഷേ അത് കാലുകൊണ്ട് പുള്ളി തട്ടിക്കളഞ്ഞു. ഇതാ മുന്ന സൈമൻ ഒരു സൈഡിൽ കൂടെ കയറുന്നുണ്ട്. ഡേഞ്ചറാണ്. പക്ഷേ കൈലാഷ് അവിടെ ഓടിയെത്തു. രണ്ടുപേരും ഉണ്ണി ശിവപാലും കൈലാഷും അവിടെ ഓടിയെത്തി. ഏതാനും നിമിഷങ്ങൾ മാത്രം ഈ മത്സരത്തിൽ ബാക്കി നിൽക്കുന്നു പ്രചോദേട്ട. നരേൻ ഗോൾ പോസ്റ്റ് ലക്ഷ്യമായി നിൽക്കുന്നു. അഞ്ജലിയുടെ മുട്ടുകൾ ഇടിക്കുന്നത് ഗോളാകുമോ? അതാ വിനീത് രാജീവ് പിള്ള കഷ്ടിച്ച് മുന്നേ രക്ഷപ്പെട്ടല്ലേ. മുന്നേ ഉൾപ്പെടെ ഗോൾ പോസ്റ്റിനകത്ത് കയറിപ്പോയി. അത്ര വാശിയോട് കൂടിയാണ് രാജീവ് പിള്ള ഓടി വന്നത്. ഇതാ കൈലാഷ് രാജീവിന്റെ കാലുകൾ എത്തി. ഇതാ നരേൻ അവിടെ രക്ഷകനായി എത്തി. എതിർ പോസ്റ്റിലേക്ക് കൊണ്ടുപോകുന്നു. കോട്ടയം നസീർ ഡിഫൻഡാൻ നിൽക്കുന്നു. ഇതാ ഒരു ഗോളാണെങ്കിൽ മനോഹരമായ ഒരു പ്ലേ ആയിരുന്നു. ഒരു നല്ല കൈയ്യടി കൊടുക്കാം നരേന് അല്ലേ? നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത് ഒരു ഫൺ ഗെയിം എന്നാണ്. പക്ഷെ എത്രത്തോളം സീരിയസ് ആയിട്ടാണ് ഈ മത്സരത്തെ ഇവർ വീക്ഷിക്കുന്നത്, സമീപിക്കുന്നതെന്ന് വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ട് അവസാന നിമിഷങ്ങളിൽ. തീർച്ചയായിട്ടും നരേൻ ഒരു ക്യാപ്റ്റൻസി, അദ്ദേഹത്തിന്റെ ഒരു ക്യാപ്റ്റൻസി വളരെ കൃത്യമായിട്ട് തന്നെ. അത് നിരഞ്ജനാണെങ്കിലും അതെ ഫോർവേഡ് കളിക്കുന്ന ഒരു ഗോൾ പോസ്റ്റിലേക്ക്. പക്ഷേ അതുകൊണ്ട് എതിർ പോസ്റ്റിൽ 3 പേരാണ് ഡിഫെൻഡ് ചെയ്യാൻ നിൽക്കുന്നത്. അത് അഞ്ജലിക്കും ഒരു ഗോളി എന്ന നിലയിൽ ഒരു ഭയമുണ്ട്, എപ്പോഴെങ്കിലും ഗോൾ കയറാം അല്ലേ? അതെ തീർച്ചയായിട്ടും. പക്ഷെ വളരെ നല്ല ഡിഫൻസും അറ്റാക്കും പ്രത്യേകം എടുത്തു പറയുന്നത് നേരത്തെ ചേട്ടൻ പറഞ്ഞ കാര്യം തന്നെയാണ്. അവർ രണ്ടാമത്തെ മത്സരമാണ് കണ്ടിന്യൂസ്ലി കളിക്കുന്നത്. തീർച്ചയായിട്ടും. കാരണം അവർക്ക് ആവേശം പകരുന്നുണ്ട്. വെളിയിൽ നിന്നുകൊണ്ട് അവരുടെ ടീം വർക്കുകൾ നന്നായിട്ട് ആവേശം പകരുന്നു. ഇതാ തൊട്ടടുത്ത് ഗോൾ പോസ്റ്റിന് തൊട്ടടുത്ത് വന്നെങ്കിലും അത് കോട്ടയം നസീർ വളരെ മനോഹരമായി ഗെയിം കഴിഞ്ഞിരിക്കുകയാണ്. സോ ഈ മത്സരം വിജയിച്ചിരിക്കുന്നു ലാലേട്ടൻ ടീം. ലാലേട്ടൻ ഒരു നല്ല കൈയ്യടി കൊടുക്കേണ്ടത് ടീം മമ്മൂട്ടിക്ക് കൂടിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്. തീർച്ചയായിട്ടും. കാര്യം അവരും ഈ 2 കളി അടുപ്പിച്ച് 20 മിനിറ്റ് ഗ്രൗണ്ടിൽ കളിച്ചു. അവർക്കും നല്ല ഗംഭീരമായ ഒരു കൈയ്യടി കൊടുക്കണം. എന്തായാലും വളരെ ക്യാപ്റ്റൻസി എടുത്തു പറയണം. നരേൻ, താങ്കളുടെ ക്യാപ്റ്റൻസിയും നിരഞ്ജന്റെ മുന്നേറ്റവും എല്ലാം ആ കളിക്ക് ഗംഭീരമായിരുന്നു. ഇനി 5 മിനിറ്റ് ഒരു ചെറിയ ബ്രേക്ക്. കാരണം ഫൈനൽ മത്സരത്തിലേക്ക് കടക്കണം. 2 ടീമുകളും ക്ഷീണിതരാണ്. 5 മിനിറ്റ്. അതെ. സോ 5 മിനിറ്റ് ബ്രേക്ക് എടുത്ത് നമ്മൾ തിരിച്ചു വരുന്നതാണ്. ഗ്രാൻഡ് ഫിനാലയിലേക്ക് നമ്മൾ കടക്കും. പക്ഷേ
ടീം മമ്മൂട്ടി വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ കളിച്ചു എന്ന് പറയാതെ പോയ പ്രചോദനം പറഞ്ഞ പോലെ വളരെ വളരെ നല്ല രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വെൽ ഡൺ ടീം ലാലേട്ടൻ ആൻഡ് വളരെ വാശിയേറിയ ഫൈനൽ മത്സരം നമ്മൾ ഉടൻ തന്നെ കാണുന്നതാണ്. കൊള്ളാലോ, ഇന്നെന്താ ഫിഷ് മാറിയോ? ഫിഷ് അല്ല, ഫിഷ് മസാലയാണ് മാറിയത്. അജ്മി ഫിഷ് മസാല, വിളമ്പാം മീൻ കറിയുടെ നല്ല വിശേഷം. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. Ladies and gentlemen, this is your captain speaking. Brides of Maharani from Maharani Wedding Collections, Todupuzha. Every bride is a Maharani.